ഇപ്പൊ താഴെ വീണെന്ന് കരുതി ഞാൻ ഒരിക്കലും എഴുന്നേക്കില്ല എന്ന് കരുതരുത്. മോനെ ഞാനും കയറി വരും ഡാഡി. ഹലോ. ആഹാ, എന്തുപറ്റി? രാവിലെ തന്നെ ഒരു വിസിറ്റ്? ഒന്നുമില്ല, ഇതുവഴി പോയപ്പോ ചേച്ചി ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. ആഹാ, ചേച്ചി ഡ്യൂട്ടിക്ക് ഇറങ്ങിയില്ലല്ലോ? നിന്റെ ചേച്ചി പോലീസ് സ്റ്റേഷനിൽ തന്നെയാ. അതിനിന്നലെ ചേച്ചിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നില്ലല്ലോ? നൈറ്റ് ഡ്യൂട്ടി ഉള്ളതുകൊണ്ടൊന്നും അല്ല. ഇന്നലെ ഗിരിയേട്ടനോട് വഴക്കൂടിയിട്ട് മഞ്ജു ഇറങ്ങി പോയത്. വഴക്കോ? എന്തിന്? അത്ര വലിയ വിഷയമൊന്നുമല്ല, ചെറിയൊരു സൗന്ദര്യ പിണക്കം, അത്രേ ഉള്ളൂ. അതൊന്നും അല്ല മോളെ, ഇന്നലെ മഞ്ജു നല്ല ദേഷ്യത്തിലായിരുന്നു. ഇവിടെ നിന്ന് കൂടുതൽ വഴക്കാവുന്നു തോന്നിയതുകൊണ്ടാ അവള് സ്റ്റേഷനിലേക്ക് തിരിച്ചു പോയത്. രാത്രി ചേച്ചി സ്റ്റേഷനിലേക്ക് തിരിച്ചു പോകാൻ മാത്രം എന്ത് പ്രശ്നം ഉണ്ടായത്? നിന്റെ ചേച്ചിക്ക് ദേഷ്യപ്പെടാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ. ഇപ്പൊ ആണെങ്കി അവള് പ്രഗ്നന്റ് ആയതുകൊണ്ട് എല്ലാരും അവളെ തലയിൽ കയറ്റി വെച്ചിരിക്കും. അങ്ങനെ ചുമ്മാതൊന്നും ചേച്ചി ദേഷ്യപ്പെടില്ല. വിഷയം എന്താ ഗിരിയേട്ടാ? ഗോപാൽജിയെ കുറിച്ച് സംസാരിച്ചപ്പോഴാ രണ്ടുപേരും തമ്മിൽ വഴക്കായത്. ഗിരിയേട്ടൻ എന്തിനാ അയാൾക്ക് വേണ്ടി സ്വന്തം കുടുംബത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നേ? ഓ, അപ്പോഴും തെറ്റ് ഗിരിയേട്ടന്റെ ഭാഗത്താണല്ലേ? രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി നിന്റെ ചേച്ചിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല അല്ലേ? നീയൊക്കെ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ആൾക്കാരിറങ്ങി ഓടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മിണ്ടരുത്. എങ്ങനെയെങ്കിലും മഞ്ജുവിനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിന് പകരം വെറുതെ ഏഷ്യനെ കൂട്ടുകയാണോ? കുറച്ചു നേരത്തേക്ക് മിണ്ടാതിരുന്നോണം. അതെ മോളെ, ഇവന്റെ ഭാഗത്തും തെറ്റുണ്ടാവും എന്ന് കരുതി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണോ അതിനുള്ള പരിഹാര മാർഗം? ചേച്ചി അപ്പോഴത്തെ ദേഷ്യത്തില് അറിയാതെ ചെയ്തു പോയതായിരിക്കും. ഞാൻ എന്തായാലും പോകുന്ന വഴിക്ക് സ്റ്റേഷനിൽ കയറി ചേച്ചിയോടൊന്ന് സംസാരിക്കട്ടെ ഗിരിയേട്ടാ. അതൊന്നും വേണ്ട, ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ലേ, നീ വെറുതെ ഇടപെടണ്ട. ഗിരിയേട്ടൻ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നേ? ഞാൻ എത്രയോ തവണ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇടപെട്ട് പരിഹരിച്ചിട്ടുണ്ട്. ഇതും എന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റും. ഇതിന് നിന്റെ ആവശ്യമൊന്നുമില്ല. ആ പോലീസ് സ്റ്റേഷനിൽ കിടന്ന് മതിയാവുമ്പോ അവള് താനെ ഇങ്ങോട്ട് വന്നോളും. അങ്ങനെ തീരുമാനിക്കൊന്നും വേണ്ട. വാശിയുടെ കാര്യത്തില് എന്റെ ചേച്ചി ഒട്ടും മോശമല്ല. ഇങ്ങോട്ടിനി കയറണ്ടെന്ന് തീരുമാനിച്ചെങ്കിൽ അത് മാറ്റാൻ വലിയ പാടാ. ഞാൻ പോയി ചേച്ചിയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരും, നോക്കിക്കോ. മഹിമേ, മഹിമേ, അവള് പോട്ടെ മോനെ, അവര് തമ്മിൽ അങ്ങനെ ഒരു ബന്ധമല്ലേ ഉള്ളത്. മഹിമ പറഞ്ഞ മഞ്ജു സമ്മതിക്കും. ഈശ്വര, പീതാംബരം പറഞ്ഞതെല്ലാം മഞ്ജു മഹിമയോട് പറഞ്ഞ പിന്നെ അവൾക്കും ഈ കുടുംബത്തോട് വെറുപ്പാവും. ഭഗവാനെ, ഇനി എന്ത് സംഭവിക്കുമോ? ആഹാ, ഭയങ്കര തിരക്കിലാണല്ലോ. അല്ലിത് ആര്? മഹിമ മോളോ? മോളെന്ത് ഈ വഴിക്കൊക്കെ? വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒന്ന് കയറണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. ഹലോ, ഇതെന്താ നിങ്ങളുടെ സിറ്റിംഗ് റൂം ആണെന്ന് വിചാരിച്ചോ? ഇതൊരു പോലീസ് സ്റ്റേഷനാണ്. അങ്ങനെ ആർക്കും വലിഞ്ഞേറി വരാൻ പറ്റിയ സ്ഥലമല്ല. ചേച്ചി പറഞ്ഞത് ശരിയാ. ഇവരുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് അഹങ്കാരിയാന്ന്. ഞാനേ ഈ നാട്ടിലെ ഒരു സാധാരണ പൗരയല്ലേ. എനിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വരാനുള്ള അവകാശമില്ലേ? ഡേ, മര്യാദയ്ക്ക് സംസാരിച്ചോണം. എടീ പൊടിന്നൊക്കെ വീട്ടിലുള്ളവരെ ചെന്ന് വിളിച്ചാ മതി. അങ്കിളെ, എന്താ മോളെ? പുറത്ത് ബോർഡിലെ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എഴുതി വെച്ചിരിക്കുന്നത് വെറുതെ കോമഡിക്കായിരിക്കും അല്ലേ? അല്ല, സ്റ്റേഷനിലേക്ക് വരുന്ന ഒരു വനിതയോട് ഒരു വനിതാ ഓഫീസർ തന്നെ ഇത്രയും മോശമായിട്ടാ സംസാരിക്കുന്നെങ്കിൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ എനിക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. നീ സങ്കല്പിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല, ഞാൻ നിനക്ക് കാണിച്ചു തരാം. അനിത മതി. എല്ലാരും കൂടെ ഇവളെയും കുടുംബത്തെയും തലയിൽ കയറ്റി വെച്ചോ.
സോറി അങ്കിളെ, ഞാൻ കുറച്ച് ഓവറായി പോയി. ഹേയ്, ഒരു കുഴപ്പമില്ല. ഇവൾക്ക് ഇങ്ങനെ വല്ലപ്പോഴും പണി കിട്ടുമ്പോ ഞങ്ങളെല്ലാവരും രഹസ്യമായിട്ട് സന്തോഷിക്കാറുണ്ട്. എത്രയും പെട്ടെന്ന് ട്രാൻസ്ഫർ ആയി പോകണമെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അങ്ങനെ അവള് പോവാനൊന്നും സാധ്യതയില്ല. അവള് നമ്മളെയും കൊണ്ടേ പോവൂ. ആ, നിങ്ങൾ സംസാരിച്ചിരിക്കും. കൂട്ടാ വന്നേ. നീ എന്തിനാ വന്നേന്ന് പറ. ചുമ്മാതൊന്നും നീ സ്റ്റേഷനിലേക്ക് കയറില്ല എന്ന് എനിക്കറിയാം. ചേച്ചി ഇന്നലെ മുതൽ സ്റ്റേഷനിൽ തന്നെ ആണല്ലേ? എന്താ വീട്ടിലേക്ക് പോവാത്തെ? നിന്നെ ഗിരിയേട്ടനാണോ അങ്ങോട്ട് വിട്ടത്? അല്ല, ഭാനുമതി അമ്മയാ പറഞ്ഞു ചേച്ചി അടുപ്പിച്ച് 2 ഷിഫ്റ്റ് ജോലി ചെയ്യാന്ന്. പ്രഗ്നന്റ് ആയിരിക്കുമ്പോ തന്നെ വേണോ ഇതൊക്കെ? ചേച്ചി ആരോടാ വാശി കാണിക്കുന്നേ? സ്വന്തം കുഞ്ഞിനോടാണോ? റെസ്റ്റ് ഇല്ലാതെ ജോലിയെടുത്താ കുഞ്ഞിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നറിയോ? എനിക്കതൊന്നും അറിയാഞ്ഞിട്ടല്ല മോളെ. പിന്നെ അറിഞ്ഞുകൊണ്ട് കുഞ്ഞിനെ അപകടത്തിലാക്കുവാണോ? നീ വെറുതെ അനാവശ്യം പറയ. നിനക്ക് ഞാനും ഗിരിയേട്ടനും തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും അറിയാഞ്ഞിട്ടാ. എനിക്കറിയാം. ഗോപാലന്റെ കൂടെ ഗിരിയേട്ടൻ ജോലി ചെയ്യുന്നത് ചേച്ചിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതല്ലേ പ്രശ്നം? അതൊക്കെ നമുക്ക് പതുക്കെ ഗിരിയേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാം. ഇപ്പൊ പീതാംബരം പറഞ്ഞതിനെ കുറിച്ച് മഹിമയെ അറിയിച്ച ആകെ തകർന്നു പോവും. ഗിരിയേട്ടന്റെ ചോരയായതുകൊണ്ട് ഈ കുഞ്ഞിനെ പോലും അവള് വെറുത്തുനിന്ന് വരും. അത് വേണ്ട. ആലോചിച്ച് നിന്നൊക്കെ മതി. നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്താ, എനിക്കിപ്പം വരുന്നില്ലേ? വരാം. ഗിരിയേട്ടാ, പിണങ്ങിപ്പോയ ആളെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. വാ ചേച്ചി. നീ ഞങ്ങളെ തീ തീറ്റിച്ചു കളഞ്ഞല്ലോ മോളെ. നിങ്ങൾ തമ്മിൽ എത്ര വലിയ വഴക്കുണ്ടെങ്കിലും എന്നോടൊരു വാക്ക് പറഞ്ഞാ പോരെ. ഞാൻ ഇവന്റെ ചെവിക്ക് പിടിച്ച് മാപ്പ് പറയിപ്പിച്ചേനെ. അല്ലാതെ പാതിരാത്രിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണോ ചെയ്യേണ്ടത്? സോറി അമ്മ. സാരമില്ല, ഇത്രയും നേരം അടുപ്പിച്ച് ജോലി ചെയ്തതല്ലേ, നല്ല ക്ഷീണം കാണും. പോയി വേഷം മാറി നീ എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. അപ്പൊ ഞാൻ കാരണം വിഷയം തീർന്നില്ലേ? നീ കാരണമൊന്നും അല്ല ഇത് തീർന്നത്. അവൾക്ക് പോവാൻ വേറെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാ. നീ വീണ്ടും വന്നോ? ഇനി വല്ലതും പറഞ്ഞ ഒലക്കൊണ്ട് തല്ലി ഞാൻ. അങ്ങനെയൊന്നും പറയരുതമ്മേ. ഇവള് പ്രഗ്നന്റ് അല്ലേ? നീ മര്യാദയ്ക്ക് നടന്നാ നിനക്ക് കൊള്ളാം. എപ്പോഴും എനിക്ക് നിയന്ത്രണം കിട്ടിയെന്ന് വരില്ല. ഒരു ഗർഭിണിയെ തല്ലി എന്നുള്ള ചീത്തപ്പേര് എനിക്ക് ഉണ്ടാക്കരുത്. അതുകൊണ്ട് മാത്രമാ ഞാൻ ക്ഷമയോടെ സംസാരിക്കുന്നത്. ഗിരിയേട്ടാ, ഇത്തവണ ഞാൻ പ്രശ്നം പരിഹരിച്ചു എന്ന് കരുതി എല്ലാ തവണയും എനിക്കതിന് സാധിച്ചു എന്ന് വരില്ല. നിങ്ങൾ തമ്മിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഗോപാലന്റെ കൂടെയുള്ള ഗിരിയേട്ടനെ നടത്തുക. അതിനെക്കുറിച്ച് ഇനിയെങ്കിലും ഒരു തീരുമാനത്തിലെത്തണം. അയാളാണോ കുടുംബമാണോ വലുതെന്ന് ചിന്തിക്കണം. അപ്പോ മഞ്ജു മഹിമയോടൊന്നും പറഞ്ഞിട്ടില്ല. മോളെ, മോളിരിക്കേ, ഭക്ഷണം കഴിച്ചിട്ട് പോകാം. വേണ്ടമ്മേ, അവിടെ വക്കീല് കാത്തിരിക്കുന്നുണ്ട്. ഒരുമിച്ച് കഴിക്കാന്ന് കരുതി. നടക്കട്ടെ നടക്കട്ടെ. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. ശരി മോളെ. ഗിരിയേട്ട ബൈ. ബൈ. എനിക്ക് നിങ്ങളെ കാണുന്നത് തന്നെ അറപ്പാണ്. അങ്ങനെ ഞങ്ങളുടെ കോളേജിൽ അഡ്മിഷന്റെ കാര്യമൊക്കെ തീരുമാനമായി. ഗോപാൽജിയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എനിക്ക് നിങ്ങളെ നന്ദിയൊന്നും വേണ്ട. ആ കോളേജിൽ ഇനി മുതൽ മഹിമ സമാധാനം എന്താണെന്നറിയരുത്. എനിക്കത് മതി. അതിനുവേണ്ടിയാണല്ലോ ഞങ്ങൾ ആ കോളേജിൽ തന്നെ അഡ്മിഷൻ വാങ്ങിച്ചത്.
ഞങ്ങളില്ലാത്ത ആ ക്യാമ്പസില് അവള് മനസമാധാനം എന്താണെന്ന് അറിഞ്ഞു തുടങ്ങിയിരുന്നു. ഇനി എല്ലാം പഴയതുപോലെയാവും.